അതിന്റെ റെന്റ് കൊടുക്കാനുണ്ട് 600. അവ ഓർമ്മിപ്പിക്കണ കേട്ടാ, അച്ഛൻ മറക്കും കേട്ടോ. നമുക്ക് കയ്യിൽ നിന്ന് ഇപ്പൊ തന്നെ വാങ്ങിച്ചു വെച്ച് ബാഗിലേക്ക് അന്റെ തമിഴ് മെസ്സിന് കൊടുക്ക്. അന്റെ അച്ഛൻ മറവിയാണ്. ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പോഡ്കാസ്റ്റ്. അതിനകത്ത് പറയണത് എഐന്റെ കാലത്ത് നമ്മൾ എന്ത് പഠിക്കണം എന്നുള്ളതാണ്. ഈ പറയുന്ന ടൈറ്റിലുള്ള ഈ വീഡിയോ, ഈ ഒരു പോഡ്കാസ്റ്റ് നിങ്ങൾ കാണുകയാണെങ്കിൽ ഈ 6-ാം മാസത്തിലൊക്കെ നിരത്തിരുന്നിട്ട് ഇങ്ങനെ അരിയുക, ഉപ്പേരി അരിയുക, കഷ്ണങ്ങൾ അരിയുക എന്നൊക്കെ പറഞ്ഞാൽ നല്ല പെടാപ്പാടാണ്. ഈ വയറും വെച്ചിട്ടിരിക്കണ്ടേ. നാളെ ലീവാണ്. മതിലിന് മുകളിൽ ഇരിക്കാൻ പേടി. എല്ലാവരും കാണട്ടെ, വാവയ്ക്ക് പേടിയാണ്. നല്ല വെയിൽ അടിക്കുന്നുണ്ട് അവിടുന്ന് ക്ലൗഡിൻ്റെ നടുവ് കൂടെ. ഇവിടെ നല്ല ഗംഭീര മഴയും. കുറുക്കൻ്റെ കല്യാണം എന്നൊക്കെ പറയും മലപ്പുറം ഭാഗത്തേക്ക്. ഇതാണ് നമ്മളെ പാത്രം. ഗുഡ് മോർണിംഗ് ഗായ്സ്, വെൽക്കം ടു വ്ലോഗ്. സ്കൂളിലേക്ക് പോകാൻ തുടങ്ങുക. വാവയ്ക്ക് ഫീസ് അടയ്ക്കാനുണ്ടല്ലോ. വാവയുടെ ഡ്രസ്സിന്റെ ആഗസ്റ്റ് 15-ന്റെ അതിന്റെ റെന്റ് കൊടുക്കാനുണ്ട് 600. അവ ഓർമ്മിപ്പിക്കണ കേട്ടാ, അച്ഛൻ മറക്കും കേട്ടോ. നമുക്ക് കയ്യിൽ നിന്ന് ഇപ്പൊ തന്നെ വാങ്ങിച്ചു വെച്ച് ബാഗിലേക്ക് സ്കൂളിൽ പോയ ഉടനെ അന്റെ തമിഴ് മെസ്സിന് കൊടുക്ക്. അന്റെ അച്ഛൻ മറവിയാണ്, മറക്കും ഉറപ്പായിട്ട്. അമ്മ പറയാണ് മറക്കും. അപ്പൊ കൈയോടെ ഇപ്പൊ തന്നെ പോകുമ്പോഴേ എന്താ ചെയ്യാ, വാങ്ങിച്ച് അവിടെ ബാഗിൽ വെക്കുക. ഇന്നലെ വിഡ്രോ ചെയ്തു എന്ന് പറയുമ്പോ ആ എമൗണ്ട് വിഡ്രോ ചെയ്താൽ പോലെ അവള് ചില്ലറ കൊടുക്കുവോ, അത് ഇവള് കറക്റ്റായി കൊണ്ടുവരുമോ എന്ന് പറയാൻ പറ്റില്ല. ചെറിയ കുട്ടിയല്ലേ. അവള് കൊടുക്കും. ചോദിക്കും ഉറപ്പായിട്ട് കൊടുക്കും, ഉറപ്പായിട്ട്. ഓക്കേടാ, വെള്ളം നോക്കാം. കുളം മാതിരി ഫുള്ള് വെള്ളമാണ്. ഈ വെള്ളത്തിൽ കൂടെ വേണം നമുക്ക് നീന്തി പോകാൻ കേട്ടാ. അസംബ്ലി ഇല്ല, കാരണം മുറ്റത്ത് ഫുള്ള് വെള്ളമാണ്. നോക്കിയേ, ഫുള്ള് വെള്ളം കെട്ടിക്കിടക്കണ്. ഇന്നലത്തെ രാത്രിയത്തെ മഴയുടെയാണ്. ഇവിടെ തൊട്ടടുത്ത് കണ്ടില്ലേ, വീടിൻ്റെ പിൻഭാഗത്തേക്ക് ഫുള്ള് വെള്ളമാണ്. കണ്ട, ഇവിടുന്ന് നോക്കത്താ ദൂരം വരേക്ക് അവിടെയൊക്കെ വെള്ളമാണ് കിടക്കുന്നത്. കണ്ട, ഇതൊരു താഴ്ന്ന പ്രദേശമാണ്, അതുകൊണ്ട് വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കും. അവിടെ നിന്നൊക്കെ ഒലിച്ചിട്ട് വരും. അതുകൊണ്ട് ആ ഭാഗത്തു നിന്നൊക്കെ മൊത്തം വെള്ളം ഒലിച്ചിട്ട് ഇങ്ങടെ വരുന്നത്. ഇതൊക്കെ ഈ ബീട്രൂട്ട് ചെട്ടി കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിൻ്റെ അവസ്ഥ. കയ്യൊക്കെ അങ്ങനെ ചോന്നും കൊണ്ടാവും. ചോരയായ പോലെ ഉണ്ട്. ചോര കലക്കിച്ച പോലെ. ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പോഡ്കാസ്റ്റ്. അതിനകത്ത് പറയണത് എഐന്റെ കാലത്ത് നമ്മൾ എന്ത് പഠിക്കണം എന്നുള്ളതാണ്. ഇത് ക്ലാസ് എന്നല്ല, ഇതിൽ ചാറ്റ് ചെയ്യുന്ന ആളെന്ന് പറയുന്നത് ഇതാണ്. ഇയാളുടെ പേരൊന്നും എനിക്കറിയാൻ പാടില്ല, ഇതിൽ എഴുതിയിട്ടുണ്ട്, ഞാൻ മറന്നുപോയി. പക്ഷേ ഈ ഒരു ചാനലിൽ ഈ പറയുന്ന ടൈറ്റിലുള്ള ഈ വീഡിയോ, ഈ ഒരു പോഡ്കാസ്റ്റ് നിങ്ങൾ കാണുകയാണെങ്കിൽ, നിങ്ങളൊരു കുട്ടിയുടെ മാതാപിതാക്കളാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഉപകാരപ്പെടുന്നൊരു കാര്യമാണ്. കാരണം ഞാൻ കുറച്ച് കേട്ട് നോക്കി ഇതെന്താ സംഭവം. മുഴുവൻ കേൾക്കണമെങ്കിൽ 1.5 മണിക്കൂർ സമയമെടുക്കും. പക്ഷേ ഇനിയുള്ള കാലത്ത് നമ്മളിപ്പോൾ ഈ എൻജിനീയറിങ്, ഡോക്ടറാവാൻ പഠിക്കുക, അക്കൗണ്ടൻസി പഠിപ്പിക്കുക, അങ്ങനെ സാധാരണഗതിയിൽ അല്ലെങ്കിൽ പരമ്പരാഗതമായ രീതിയിൽ നമ്മൾ ഇതുവരെ കുട്ടികളെ പഠിപ്പിച്ച് വന്ന ആ സാധനങ്ങൾ പഠിപ്പിച്ച് അതുകൊണ്ട് ഒരു ഗുണം ഇനി ഇല്ല എന്നാണ് പറയണത്. ലോകം വേറൊരു ലെവലിലേക്ക് മാറി. അപ്പോൾ ഇനി നമ്മൾ വൈറ്റ് കോളർ ജോബ്സ്, സൂപ്പർ ജോബ്സ്, ഹൈ പ്രൊഫഷണൽ എന്നൊക്കെ പറയുന്ന ആ ജോലികളൊക്കെ മാറാൻ പോവുകയാണ്. അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ വാല്യൂ കുറയാൻ പോവുകയാണ്. പുതിയ ജോലികൾ ആ സ്ഥലത്തേക്ക് വരാൻ പോവുകയാണ്. അപ്പോൾ ഏതൊക്കെ ജോലികൾക്കാണ് ഇനി സാധ്യതകളുള്ളത്, പ്രാധാന്യമുള്ളത്, എന്ത് പഠിച്ചാലേ ഇനി മാമുള്ള വകുപ്പ് വഴി ഉണ്ടാവുക എന്നുള്ളതൊക്കെ പറയുന്ന, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു ഡിസ്കസ് ചെയ്യുന്ന ഒരു പോഡ്കാസ്റ്റാണ് ഇപ്പോൾ ഈ നടക്കുന്നത്. 1:30 കഴിക്കാനുള്ള നേരമായി. ഇവിടെ എന്തോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഓ, ബീട്രൂട്ട് ഉപ്പേരിയില്ലേ. ഞാൻ തോല് ചെത്തി തന്നങ്ങോട്ട് പോയതാ. പണി ഉണ്ടായിരുന്നു, ഇതുവരെ ചെയ്തോണ്ടിരിക്കാൻ. എപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഞാൻ ഭക്ഷണം കഴിക്കാനായിട്ട് എണീറ്റ് പോകുന്നതാ. ഈ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം പോയിരുന്നിട്ട് ഇനിയും ചെയ്യാനുണ്ട്. അമ്മ കുളി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇറങ്ങി വരാൻ പോണുണ്ട്. കഴിഞ്ഞാവോ. എന്താ പുതിയൊരു ടെക്നിക്ക് ഞാൻ ചെയ്യാറുണ്ടല്ലോ. അവിടെ AC റൂമിനകത്ത് വന്നിരുന്നിട്ടാ ഫാൻ ഇട്ടിട്ടാ. താഴത്ത് വയ്യ എനിക്ക്, നേരത്തെ കുളിച്ചിട്ട്.
നിങ്ങളുടെ അമ്മ എപ്പോഴല്ലേ ബീട്രൂട്ടൊക്കെ കട്ട് ചെയ്ത് വയ്യാതിരിക്കുകയായിരിക്കില്ലേ? അവർ കൊണ്ട് ഇപ്പം നാളേക്കുള്ളത് കട്ട് ചെയ്യാൻ പറയാൻ പറ്റില്ലല്ലോ. താഴത്താണെങ്കിൽ നല്ല അസാധ്യ ചൂടാണ്, ഗംഭീര ചൂടാ. ഇതിനകത്ത് ഇരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇതിന് തണുപ്പ് വളരെ കുറവാണ്. ആളെ വിളിച്ചിട്ടുണ്ട്, ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെ വരാമോ? രാവിലെ പറഞ്ഞിരുന്നു ഒന്നും കൂടി വിളിക്കണം, ഇത് ശരിയാക്കിയേ പറ്റുള്ളൂ. എനിക്ക് വയ്യ, തീരെ വയ്യ. കുറച്ചും കൂടി ഒരു ഇതില്ലാതെ ഇതിരുന്നിട്ട് ഫാൻ ഇട്ടിട്ടാണ് കുറച്ചും കൂടി ഭേദമുള്ളത്. ഒരു AC വർക്കൗട്ട് ചെയ്യാവുന്നില്ല. അയാൾ വരും. അതിൻ്റെ തുറവ് അങ്ങോട്ടുണ്ട്, താഴത്തേക്കില്ലാന്ന് മാത്രം. പക്ഷെ കുറവാണ്. 28 ഇട്ടാലും ഒരു 30 ഇട്ടതിൻ്റെ ഫലമേ ഉള്ളൂ. ഈ 6-ാം മാസത്തിലൊക്കെ നേരത്തെ ഇരുന്നിട്ട് ഇങ്ങനെ അരിയുക, ഉപ്പേരി അരിയുക, കഷ്ണങ്ങൾ അരിയുക എന്നൊക്കെ പറഞ്ഞാൽ നല്ല പെടാപ്പാടാണ്. ഈ വയറും വെച്ചിട്ടിരിക്കണ്ടേ. എന്താ ചെയ്യുക? ഇതിനകത്ത് ടേബിൾ ഇടാൻ പറ്റൂലല്ലോ നമുക്ക്. ഡൈനിങ് ടേബിൾ കൊണ്ടുവന്നിട്ടിട്ട് അരിയാനൊന്നും പറ്റൂലല്ലോ. സത്യം പറഞ്ഞാൽ ചൂട് കാലത്ത് ഒരു സെൻട്രലൈസ്ഡ് AC ഉള്ള ഒരു വീടാണ് സത്യം പറഞ്ഞാൽ വേണ്ടത്. ഈ ഷോപ്പിംഗ് മാളൊക്കെ അല്ലേ അതേപോലെ. അതൊക്കെ അംബാനിക്കല്ലേ പറ്റുള്ളൂ. ജെസ്സി നാളെ ലീവാണ്. നാളെ ലീവാണ്, സന്തോഷം. നാളെ പിന്നെ എനിക്ക് പോകണ്ട. നാളെ വൈകിട്ട് എണീറ്റാ മതിയല്ലോ. നാളെ കണ്ടേ അല്ല, നാളെ എന്തപ്പോ? നാളെ നാളെ ഫ്രൈഡേ. ഫ്രൈഡേ അല്ല, തേഴ്സ്ഡേ. ഇന്നല്ലേ വെനസ്ഡേ. ഡ്രസ്സൊക്കെ ഇട്ടത് ഇന്നല്ലേ കളറ്. അപ്പോൾ വെനസ്ഡേ അല്ലേ ഇന്ന്? നാളെ തേഴ്സ്ഡേ അല്ല, അല്ലേ? ഇന്ന് ഫ്രൈഡേ ആണ്. നമുക്ക് മിസ് പറയാ സാറ്റർഡേ സ്കൂളുണ്ട് പറയുമ്പോ, അപ്പോ സാറ്റർഡേ സ്കൂളിൽ പറയുമ്പോ ഫ്രൈഡേ അർത്ഥം, ഫ്രൈഡേ സ്കൂളിൽ പറയുമ്പോ തേഴ്സ്ഡേ അർത്ഥം. ഇത് മനസ്സിലായോ? എനിക്ക് മനസ്സിലായി. എനിക്ക് മനസ്സിലായിട്ടില്ല. കുഞ്ഞോട് നേരെ പറഞ്ഞോണ്ട മനസ്സിലാവാന്. കേരളത്തിൽ പറഞ്ഞോണ്ട. കേരളത്തിലൊന്നും അറിയില്ല. ഓക്കെ, കേരളം അറിയില്ല. അവൾക്ക് തമിഴ്നാട് അറിയുള്ളൂ. ഞങ്ങൾ തമിഴേ പറയുള്ളൂ അല്ലേ? അത് പറ്റില്ലേട്ടോ. അച്ചപ്പ വരാം. 2 ബിസ്ക്കറ്റ് ഉണ്ട്. എവിടെ 2 ബിസ്ക്കറ്റ്? അതെടുത്ത് അച്ഛൻ കഴിക്കണ്ട, ഉടനെ എടുത്ത് മേടിച്ചിട്ടാണ്. എന്തിനു പേടിച്ചിന്? കഴിച്ചോ? രാവിലെ അപ്പി പോയതല്ലേ, പിന്നെ എന്തിനാ പേടിക്കുന്നത്? അപ്പം കഴിക്കാം. അപ്പം പോയിട്ട് ഞങ്ങൾ കഴിക്കരുത്. ഉള്ള അപ്പം കൂടി അവിടെ ബ്ലോക്കായി കിടക്കും അല്ലേ? ഇന്ന് ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. പറഞ്ഞോ? അമ്മയുടെ അടുത്ത് പറഞ്ഞോ? എന്താണ്? നാളെ സ്കൂളില്ല. അവൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിക്കൂടെ എന്തോ ഗുഡ് ന്യൂസ്. സാറ്റർഡേ സ്കൂൾ വെക്കും നാളെ ഇല്ലെങ്കിൽ. അപ്പോൾ സാറ്റർഡേ പോകണം കേട്ടോ, സെക്കൻഡ് സാറ്റർഡേ. അതിനേക്കാളും നാളെ ലീവ് ഇല്ലാതെ തന്നാൽ മതി. സാറ്റർഡേ വേണമെങ്കിൽ ലീവ് എടുത്തോ. ലീവ് എടുക്കണോ? മുത്തശ്ശനും അമ്മമ്മയും വരികയാണ്. ലീവ് എടുക്കണോ? ലീവ് എടുക്കണ്ടേ? വേണം. ആണോ? ലീവ് എടുക്കണം എന്നാണോ ലീവ് എടുക്കണ്ടെന്നാണോ? അല്ല, ലീവ് എടുക്കണ്ട. കട്ടിൽ തലയിലാക്കല്ലേ. ഉണ്ടോ വെള്ളം കെട്ടിക്കിടക്കണം. വൈകുന്നേരമായി 5:30. ഇത് അടുത്ത 2 ആഴ്ചക്കെങ്കിലും ഈ വെള്ളം ഇവിടെ അങ്ങനെ കെട്ടിക്കിടക്കും. ഒരു മാറ്റം ഉണ്ടാവില്ല. ചെറുപയർ അരയ്ക്കണം. ദോശയ്ക്കുള്ള മാവ് കഴിഞ്ഞു. ചെറുപയർ ദോശ രാത്രി കഴിക്കണമെങ്കിൽ അരച്ചാലേ നടക്കുള്ളൂ. കഴിച്ചോ? ദോശ കഴിച്ചോ? അതിന് പച്ചദോശ ഉണ്ടായിരുന്നോ? ഞാൻ അരയ്ക്കാൻ പോകണേ ഉള്ളൂ. ഇപ്പോഴാണ് ഓർമ്മ വരുന്നത്. അതുപോലെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടാവും അല്ലേ? അതൊക്കെ വാഷ് ചെയ്തിട്ട് കൊടുത്താൽ മതി കൊച്ചിന് പറഞ്ഞു. 1.8 അതല്ലേ 1.8? അത് ചാർജ് ചെയ്യാൻ വെക്കേ. അച്ഛൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട്. കൈ വാങ്ങിക്കണ്ടെങ്കിൽ ഇവിടെ വെക്ക്. ഞങ്ങളുടെ മുങ്ങണ് പോയി ചാർജ് വെച്ചാ. ഞാനൊക്കെ വയ്യേ. ഹലോ, വെള്ളം കാണാൻ വന്നിട്ട് മതിലിന് മുകളിൽ ഇരിക്കാൻ പേടി. എല്ലാവരും കാണട്ടെ, വാവയ്ക്ക് പേടിയാണെന്ന്. വാവയ്ക്ക് പേടിയാണെന്ന്. ഇങ്ങോട്ട് നോക്ക്, അങ്ങോട്ട്. അമ്മ മേലേക്ക് എല്ലാം പറഞ്ഞില്ലേ? നമുക്ക് പോയാലോ? നല്ല മഴ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ നൈറ്റില്. പൊളിക്കും. അതോ? അതിപ്പോ അമ്മ അവിടെ പാത്രം കഴുകിയിട്ട് വന്ന വെള്ളമാണ്. അത് മൊത്തം ഇവിടെ വന്ന് വീണതാണ്. വിട്ടു. അച്ഛൻ ലെൻസ് ശരിക്കും തുടച്ചിട്ടില്ല. അതുകൊണ്ടൊരു മൂടലുണ്ട്. അവിടെ കുപ്പായത്ത് തുടക്കാം. ഇപ്പൊ കുറച്ചും കൂടിയും ക്ലിയർ ഉണ്ടാവും അച്ഛൻ തുടച്ചത്. 2 പേരുടെയും ഫസ്റ്റ് ഡിന്നർ കഴിഞ്ഞ് ഹോംവർക്ക് ചെയ്യാൻ പോവാണ്. ഇതെന്തത്? 8 കാലിയോ? അതൊക്കെ കുടിച്ചിട്ടുണ്ടോ? 4 കാലം എത്തിയിട്ട് പോണൊക്കെ അത്.
അരി പച്ചപ്പയർ അരച്ചാലേ ഉം. ഒരു 5 മിനിറ്റ് ഇരിക്കണം. ഒന്നിങ്ങോട്ട് മാവ് ഒന്നിങ്ങോട്ട് ഇത് അങ്ങനത്തെ മാവല്ലല്ലോ, അരിമാവല്ലല്ലോ. അരിമാവ് അല്ലെങ്കിൽ ഇതും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഈ സാധനത്തിന് അങ്ങനെയല്ല. അരച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയണം, എന്നാലേ എല്ലാതും ഒന്നും കൂടി പൊന്തി വരും. ഇത് പൊന്തി വരാനാണ് ഞാൻ ദോശമാവ് ചേർത്തത്. ഇത് രാത്രി 9 മണിയാകുമ്പോഴേക്ക് പൊങ്ങിക്കോട്ടെ. ഇനിയിപ്പോൾ വല്ലതും കഴിക്കല്ലേ, നിങ്ങൾക്ക് വിശക്കണമൊന്നുമില്ലേ? 6 മണി വരെ ആയില്ല, 10 മിനിറ്റേ ഉള്ളൂ. ഉണ്ടാക്കിയ കഴിക്കല്ലേ? നല്ല വെയിൽ അടിക്കുന്നുണ്ട് അവിടുന്ന് ക്ലൗഡിൻ്റെ നടുവ് കൂടെ. ഇവിടെ നല്ല ഗംഭീര മഴയും. കുറുക്കൻ്റെ കല്യാണം എന്നൊക്കെ പറയും മലപ്പുറം ഭാഗത്തേക്ക്. അതല്ലേ ഇപ്പോൾ നടക്കണത്. ഒരു സൈഡിൽ വെയിൽ, ഒരു സൈഡിൽ മഴ. ഇതാണ് നമ്മളെ പാത്രം. എൻ്റെ പാത്രത്തിൽ അവിടെ എഴുതി വെച്ചിട്ടൊന്നുമില്ല. കിട്ടിയിട്ടെടുക്കുക. ഇതെന്ത് കണക്കാത്? ആ ഇവിടെ എല്ലാവർക്കും ഓരോ പാത്രം ഉണ്ട്. ഇതാണ് എനിക്കിഷ്ടമല്ല. നിങ്ങൾക്കുള്ള പച്ചദോശ ഒരെണ്ണം കൂടിയും തരും. 3 എണ്ണം വേണമെങ്കിൽ പറയണം. നിങ്ങൾക്ക് 2 എണ്ണം വേണോ 3 എണ്ണം വേണോ? എനിക്ക് 4 എണ്ണം വേണം. 4 എണ്ണം വേണം. ഓക്കെ. കുഞ്ഞുമാവേ ഇതെല്ലാം ആക്കി കിടക്കണം. അവിടെ കിടക്കാൻ സ്ഥലമില്ലല്ലോ. കാലം നീട്ടിക്ക. ആരും നീട്ടിയാ പുറത്തേക്ക് പോവില്ലേ? ബെഡിന്റെ അപ്പുറത്തേക്ക് ബെഡില്ലല്ലോ, അവിടെ നിന്ന് അവിടെ നീട്ടാന്. അപ്പൊ എങ്ങനെ അച്ഛൻ നീട്ടിയാ പരേ? അപ്പൊ ഇവിടെ എങ്ങനെ വെച്ച് കിടന്ന അപ്പൊ കാല് വേണിക്കില്ലേ? കാലം എനിക്ക് എങ്ങനെ വെച്ച് 17 കിലോ വെയിറ്റ് ഉണ്ട് ചൊത്തുമണി. അച്ഛൻ്റെ കൊമ്പൊക്കെ വേനയ്ക്കും അങ്ങനെ ഇരുന്നാല്. അയ്യോ ആ എനിക്കുണ്ടാ. ഇപ്പൊ വേനയ്ക്കില്ല, നല്ലോണം ഇരുന്നാ നല്ല വേനയ്ക്കും. കൊളുത്തുന്നു ദീപം ഹരിനാമം ചൊല്ലുമ്പോൾ തിളങ്ങുന്ന ദീപം. പാപ്പ ആ കഴിച്ചോ? ലാസ്റ്റ് വെള്ളം കുടിക്കണം കേട്ടോ. നിറയെ വെള്ളം കുടിക്കണം, മധുരം കഴിച്ചാട്ടോ. ഇങ്ങനെ താത്തേക്ക് വീണം കേട്ടാ. ഇങ്ങനെ താത്തേക്ക് വീണം കേട്ടോ. ഇങ്ങനെ താത്തേക്ക് വീണം. താത്തേക്ക് വീണം കേട്ടാ. ഇങ്ങനെ താത്തേക്ക് വീണം കേട്ടാ. ഇങ്ങനെ താത്തേക്ക് വീണം കേട്ടാ. ഇങ്ങനെ താത്തേക്ക് വീണം കേട്ടാ. മതിയോ? 9 മണിയായി. വാവക്കുട്ടിയുടെ സെക്കൻഡ് ഡിന്നർ കഴിക്കാൻ ടൈമായി ഇല്ലേ? ഈ നേരത്തെ ഉറങ്ങേണ്ടതല്ലേ? നാളെ സ്കൂളില്ലല്ലോ അല്ലേ? അതുകൊണ്ട് സുഖമായിട്ട് കിടന്നുറങ്ങാം. ഗൈസ്, ഇത് നോക്കിയേ, നല്ല ഗംഭീര മഴ കേട്ടോ. എപ്പോ ഏത് നേരത്തും മഴ പെയ്യുന്ന ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. നോക്കിയേ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാ പെയ്യണമെന്ന്. ഞാൻ അവിടെ പോയിട്ട് മഴയൊക്കെ കൊണ്ടിട്ട് ഇങ്ങോട്ട് വാട്ടോ. മഴയൊക്കെ തലയിലാക്കിയിട്ട് വെള്ളമൊക്കെ തലയിലാക്കിയിട്ട് ഇങ്ങോട്ട് വാ. എന്നിട്ട് പനി പിടിച്ചിട്ട് അവിടെ കടന്നോ. ചെരുപ്പൊക്കെ എടുത്ത് തരണോ? വയ്യ. എന്നെ പോലെ തന്നെ എൻ്റെ ചെരുപ്പ് തരല് തല തിരിഞ്ഞിട്ട്. മഴത്തുള്ളി ചാടന തെറിക്കുന്നുണ്ടല്ലേ മേത്തേക്ക്. നിങ്ങടാ അച്ഛനെ മഴയത്ത് കൊണ്ട് നിർത്ത്. അയ്യോ, അച്ഛനെ മഴയത്ത് കൊണ്ട് നിർത്ത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അച്ഛന് മഴ കൊണ്ടിട്ട് പനി പിടിക്കില്ലേ? പരേ ഇന്നൊക്കെ ഞാൻ കഴിച്ചു വന്നു. അമ്മയും നാണേ അച്ഛനും കഴിച്ചു വന്നപ്പോ നാളെ ലീവാ, ഉറങ്ങാൻ പോവാനാണ്. നാളെ ലീവില്ല. എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു. ഇഷ്ടം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അതിൽ വീണ്ടും കാണാം. ബൈ. സബ്സ്ക്രൈബ്.